ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൻ. ഇന്ന് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് 1/2 കിലോ തൂക്കം വരുന്ന ക്രീം കേക്കിന് വേണ്ട ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞ് വരുന്നത് വരെയാണ് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലും അതുപോലെ വിസ്ക് ഉപയോഗിച്ചും ഫോർക്ക് ഉപയോഗിച്ചും ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 തവണ അരിച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ബാറ്റർ തിക്കാവും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അത് നമുക്ക് കുറച്ചായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ വെച്ചിട്ടും സോസ് പാനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ കേക്ക് തണുത്ത് വന്നതിന് ശേഷം ഞാനതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കേക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ തൂക്കം വരുന്ന ഏത് ക്രീം കേക്കിന് വേണമെങ്കിലും ഈ ഒരു കേക്ക് ബേസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്രീം ചെയ്യാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്രദമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൻ. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ട് നിങ്ങളുണ്ടാക്കിയ കേക്ക്സിൻ്റെയൊക്കെ ഫോട്ടോസ് അതിലേക്ക് ആഡ് ചെയ്യാനും കൂടി മറക്കണ്ട. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.